അക്ബർ നമ്മുടെ അനുമോളും ഷാനവാസും തമ്മിൽ ആങ്ങള പെങ്ങൾ ഗെയിം കളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് രാവിലെ ഒന്ന് ചൊറിയുന്നുണ്ട്. അപ്പോൾ അക്ബറിൻ്റെ ഗെയിം പക്ക ചൊറിയുന്ന ഗെയിമാണ് കേട്ടോ. അനീഷിൻ്റെ വേറൊരു വെർഷനാണ് അക്ബറിൻ്റെ ഗെയിം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ബിഗ് ബോസിനകത്ത് ഒരു ബി മെറ്റീരിയൽ തന്നെയാണ് അക്ബർ. അത്യാവശ്യം നന്നായിട്ട് കൗണ്ടറൊക്കെ അടിക്കാൻ പറ്റുന്ന, നന്നായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. ടാസ്കിലും ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതാണ് സംഭവം, എല്ലാവർക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. ഈ ചൊറിഞ്ഞുള്ള കണ്ടന്റാണ്. അപ്പോൾ അനുമോളും ഷാനവാസും തമ്മിൽ ഈ ആങ്ങള പെങ്ങൾ കോംബോ കളിക്കുന്നു എന്നൊരു സാധനം ഇന്നലെയും അക്ബർ പറഞ്ഞിരുന്നു, ഇന്നും പറഞ്ഞിരുന്നു. ഇത് അനുമോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അനുമോള് കയറി ചൂടാവുന്നുണ്ട്. അതായത് അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, ഞാനിവിടെ ആരുടെ പെങ്ങളെ കളിക്കാൻ വന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിൻ്റെ അടുത്ത് കയറി ചൂടാവുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഉണക്ക മീനിൻ്റെ മണം അത് കഴിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, നാട്ടുകാർക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾ ആങ്ങളെയും പെങ്ങളെയും കളിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് അത് മനസ്സിലാവും എന്നുള്ള ഒരു ധ്വനിയാണ് ആ പറയുന്നതിന്. ഇത് അനുമോക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അനുമോൾ ഈ കോംബോ കളിക്കേണ്ട, ഗ്രൂപ്പ് കളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അനുമോക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ സ്വാഭാവികമായിട്ട്. പക്ഷെ അക്ബർ ഇങ്ങനെ പറയാൻ കാരണം ഷാനവാസിനും അനുമോൾക്കും ഒക്കെ പുറത്തുനിന്ന് അറിയാം, അവരൊക്കെ ആർട്ടിസ്റ്റുകളല്ലേ. അപ്പോൾ ഇത് പ്ലാൻ ചെയ്ത് വന്നതാണെന്നുള്ള ഒരു രീതിയിൽ പോകാൻ വേണ്ടി തന്നെയാണ് അക്ബർ അത് പറയുന്നത്. അപ്പോൾ അനുമോള് തിരിച്ച് താൻ പോടോ, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് പറയുന്നുണ്ട്. അപ്പോൾ ഈ താൻ പോടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അക്ബർ എന്ത് ചെയ്തു, പോടി എന്നും നീ എന്നും എടിയെന്നും ഒക്കെ വിളിക്കാൻ തുടങ്ങി. എടിയെന്ന് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അനുമോള് പറഞ്ഞു, എന്നെ എടിയെന്ന് വിളിക്കരുത്, എടിയെന്ന് വിളിച്ച് സംസാരിക്കരുത്, എനിക്കൊരു പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അക്ബർ പറഞ്ഞു, നിനക്ക് എന്നെ എടാന്ന് വിളിക്കാമോ? അപ്പോൾ പറഞ്ഞു, ഞാൻ എടാന്ന് വിളിച്ചില്ല, ഞാൻ എടോ എന്നാണ് വിളിച്ചത്. നീ എന്നെ എടോ എന്ന് വിളിക്കുന്നത് എനിക്ക് ഒഫൻഡഡ് ആയിട്ട് തോന്നും. അപ്പോൾ അനുമോള് പറഞ്ഞു, എടോ എന്ന് വിളിക്കുന്നത് നമ്മൾ എല്ലായിടത്തും നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അതങ്ങനെ വലിയ പ്രശ്നമുള്ള വാക്കല്ല എന്ന് പറയുന്നു. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, നീ എടോ എന്ന് വിളിക്കുന്നത് നീ നോർമലായിട്ട് വിളിക്കുന്നതാണെങ്കിൽ എടീന്ന് വിളിച്ച് ഞാൻ സംസാരിക്കുന്നത് അത് എൻ്റെ നോർമലാണ്, എനിക്കത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ നീ എടോ എന്ന് വിളിച്ചാൽ ഞാൻ നിന്നെ എടീന്ന് വിളിക്കും എന്നുള്ള രീതിയിൽ വീണ്ടും അക്ബർ പറയുന്നുണ്ട്. അങ്ങനെ ഈ എടോ എടി വിളി കുറച്ചധികം അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ചില വിമൻ കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട്, ഈ ബിൻസിയൊക്കെയാണ്, അതായത് എടിന്ന് വിളിക്കണ്ട, അക്ബറിൻ്റെ അടുത്ത് പറയണം, അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, അതെങ്ങനെ പറ്റും, എന്നെ എടോ എന്ന് വിളിക്കുകയാണെങ്കിൽ എടിന്ന് വിളിക്കാനുള്ള റൈറ്റും എനിക്കുണ്ട്. എടിന്ന് നമ്മൾ നോർമലായിട്ട് എല്ലാവരും വിളിക്കുന്നതല്ലേ, അതിലിപ്പോൾ എന്താ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ എന്നെ എടോ എന്ന് വിളിക്കരുത് എന്ന് അക്ബർ വീണ്ടും അവരുടെ അടുത്തൊക്കെ ഇതേ കാര്യം പറഞ്ഞ് എന്നെ തർക്കിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, സ്ത്രീകളോട് റെസ്പെക്റ്റോട് സംസാരിക്കാൻ പഠിക്കണം. നീ പുരുഷന്മാരോട് റെസ്പെക്റ്റോട് അങ്ങനെയാണെങ്കിൽ സംസാരിക്കുക. നിന്നെ ഞാൻ എടിന്ന് വിളിച്ചത് നിനക്ക് കുഴപ്പമാണെങ്കിൽ നീ എന്തിനാ എന്നെ എടോ എന്ന് വിളിച്ചത്? അപ്പോൾ നീ പുരുഷന്മാരെ റെസ്പെക്ട് ചെയ്യും. അതല്ലെങ്കിൽ ഇത് ബിഗ് ബോസ് വീടാണ്, ഇവിടെ പുരുഷൻ എന്നും സ്ത്രീ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഇവിടെ ഒരുപോലെയാണെന്ന് അക്ബർ പറയുന്നു. നിങ്ങൾ രാവിലെ തന്നെ എൻ്റെ അടുത്ത് അടി ഉണ്ടാക്കാൻ വേണ്ടി വരല്ലേ എന്ന് അനുമോള് അക്ബറിൻ്റെ അടുത്ത് പറയുന്നു. അടി ഉണ്ടാക്കാതിരിക്കാൻ നീ എൻ്റെ അമ്മായിരെ മോളൊന്നും അല്ലല്ലോ എന്ന് അക്ബർ തിരിച്ച് അനുമോളെടുത്ത് പറയുന്നു. അപ്പോഴാണ് നിങ്ങൾ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യില്ല, സ്ത്രീകളോട് ബഹുമാനമില്ല, ഇന്നലെ നിങ്ങൾ രേണു ചേച്ചിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചില്ലേ എന്നും പറഞ്ഞ് അനു നൈസിനെ ഈ ടോപ്പിക്കിനെ എടുത്ത് രേണുവിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അത് അനുവിൻ്റെ ഒരു കിടിലൻ ഗെയിമായിരുന്നു കേട്ടോ. അക്ബറിന് അവിടെ പണി കിട്ടി. അവിടെയാണ് അനുവിൻ്റെ ഒരു ബ്രില്യൻസ്. അനുവിൻ്റെ കയ്യിൽ നിന്ന് പോയി. അനുവിന് മനസ്സിലായി, ഇനി സംസാരിക്കുകയാണെങ്കിൽ അനുവിന് പിടിച്ചിരിക്കാൻ പറ്റൂല. അക്ബർ നന്നായിട്ട് സംസാരിക്കും. അക്ബറിൻ്റെ കൂടെ സംസാരിച്ച് നിൽക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അക്ബർ നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ അക്ബറുമായിട്ട് ഇനി ഫൈറ്റ് ചെയ്ത് പോയാൽ അനുവിൻ്റെ കയ്യിലൊന്നുമില്ല, കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തീർന്നു. അപ്പോൾ അനുവിൻ്റെ ബുദ്ധിയാണ് നൈസിനെ രേണുവിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അങ്ങോട്ട് രേണു ഈ സാധനം ഏറ്റെടുക്കുകയാണ്. പിന്നെ ഫുൾ അടി രേണു അക്ബറും തമ്മിലാണ്. അനു നൈസിനെ അതിൽ നിന്ന് അങ്ങ് സ്കൂട്ടായി. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, രേണു അക്ബറും തമ്മിൽ ആ ഒരു സെപ്റ്റി ടാങ്ക് വിഷയത്തിൽ നടന്ന അടിയെക്കുറിച്ച്. അപ്പോൾ ഇന്ന് അതിന് മുമ്പ് നടന്ന ഫൈറ്റാണ് അനുവും അക്ബറും തമ്മിലുണ്ടായ ഫൈറ്റ്. അതാണ് രേണു അക്ബർ ഫൈറ്റിലേക്ക് കണക്ട് ചെയ്ത് പോയ ഒരു സംഭവം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും അനുമോളുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ഇന്നലെ സോറി പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു ടോപ്പിക്കിനെ വീണ്ടും എടുത്തിട്ട് രേണു സുധിയെ നൈസിനെ ഒന്ന് ഇളക്കി വിട്ടുകൊടുത്തു. പിന്നെ രേണു ആണ് ആ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയത്. എന്തായാലും അക്ബർ രേണുവായിട്ടും നല്ലപോലെ സംസാരിച്ച് നിന്നുവെങ്കിലും ഇത് അനുവിൻ്റെ ഒരു സ്ട്രാറ്റജി വർക്കൗട്ടായി എന്നുള്ളതാണ് അവിടെ ആ ഒരു സമയത്ത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.